അത് LDF ഇപ്പം തീരുമാനിച്ചിരിക്കുക. സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 100 ദിവസം പോലും തികഞ്ഞിട്ടില്ല. 100 ദിവസമൊക്കെ ആകുന്നതേ ഉള്ളൂ. അതുവരെ നമ്മൾ ഈ കൊച്ചു കൊച്ചു ചീള് കാര്യങ്ങൾ പറഞ്ഞ് സമരത്തിന് പോകണ്ട. പോയാൽ കുഴപ്പമാണ്. സതീശൻ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടെന്നേ. എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയെന്ന് നാട്ടുകാർക്ക് തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിക്കണമല്ലോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സമരത്തിനിറങ്ങാം. അല്ലാതെ ഇപ്പം എടുപിടിയെന്ന് ചാടി സതീശനെതിരായിട്ട് സമരത്തിന് പോകുന്നത് ശരിയല്ല എന്നൊരു തീരുമാനമാണ് LDFിൻ്റെ യോഗത്തിലുണ്ടായിരിക്കുന്നത്. പക്ഷെ പിണറായി വിജയൻ പറഞ്ഞത് ഒന്നുമല്ല. പിണറായി വിജയൻ പറഞ്ഞത് നമുക്ക് ഏറ്റവും അടുത്ത ആസന്ന ഭാവിയിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് നമ്മൾ സമരപരിപാടികളുമായിട്ട് ഇറങ്ങണം എന്നാണ് പിണറായി വിജയൻ, അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ LDFിൻ്റെ, അദ്ദേഹം ആ നിലപാടാണ് എടുത്തത്. പക്ഷേ യോഗ തീരുമാനങ്ങൾ വിവരിച്ച TP രാമകൃഷ്ണൻ കൺവീനർ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു മധുവിധുക്കാലം ഈ ഗവൺമെൻറ്റിന് കൊടുക്കാൻ തീരുമാനിച്ചു. ജനവിരുദ്ധമായ കാര്യങ്ങൾ എടുത്താൽ ഞങ്ങൾ സമരത്തിന് ഇറങ്ങും, പക്ഷേ ഞങ്ങളൊരു ശകലം സമയം, തിരുത്താൻ സമയം. അതാണ് ഈ CPMൻ്റെ എപ്പോഴത്തെ ലൈൻ. തിരുത്തണം, തെറ്റുപറ്റും തിരുത്തണം. സതീശൻ സർക്കാരിന് തെറ്റുപറ്റിയാൽ അവർ തിരുത്തണം. തിരുത്തിയില്ലേ ഞങ്ങൾ തിരുത്തിപ്പിക്കും. അവർക്കിനി ഈ പാർട്ടിയിൽ കുറേ തിരുത്തലുകൾ വരുത്താനുണ്ട്. ഇപ്പോൾ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി ചേരുക കോഴിക്കോട്. എന്താണേലും പാർട്ടിയിലെ തിരുത്തൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സർക്കാരിനെ തിരുത്താനിറങ്ങും. അതിനുവേണ്ടി ഞങ്ങളൊരു ചെറിയ സമയമെടുക്കുക, ഒരു ചിന്ന ബ്രേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാർട്ടി ഒന്ന് സ്വയം തിരുത്തപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് തിരുത്തുക എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ തോൽവിയുടെ കാരണക്കാർ വെച്ച് കെട്ടി പോവുക വേണ്ടത്. ലാൽസലാം പറഞ്ഞ് പാർട്ടിയിലെ നേതൃപദവികളൊക്കെ ഒഴിഞ്ഞു പോകണം. അതൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. എന്താണേലും സർക്കാരൊന്ന് തിരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരെ തിരുത്താൻ രംഗത്ത് വരും. അതാണിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം. നല്ല തീരുമാനമാണ്.